ഹായ് ഫ്രണ്ട്സ്, മനോഹരമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെയേറെ താല്പര്യമുള്ള വസ്തുവാണ് പട്ട് എന്ന് പറയുന്നത്. എന്നാൽ മനോഹരമായിട്ടുള്ള പട്ടുനൂലുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പട്ടുനൂൽ പുഴുക്കളിൽ നിന്നാണ് നമുക്ക് പട്ടുനൂല് ലഭിക്കുന്നത്. എന്നാൽ പട്ടുനൂൽ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതിന് പിന്നിലുള്ള ഒരു ജീവിവർഗത്തിന്റെയും മനുഷ്യന്റെയും കഠിനാധ്വാനത്തെക്കുറിച്ച് 99% ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പട്ടുനൂൽ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഫാക്ടറി TV ഈ എപ്പിസോഡിലൂടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊണ്ടുവിടാം കേട്ടോ. എന്താണ് പട്ടുനൂല്? ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പട്ടുനൂൽ പുഴു അവയുടെ സമാധി കാലത്ത് കൊക്കൂൺ ഉണ്ടാക്കാനായിട്ട് പുറപ്പെടുവിക്കുന്ന നൂല് പോലുള്ള ഒരു പ്രോട്ടീനാണിത്. തീർത്തും മൃദുവായിട്ടുള്ള ശരീരത്തിന് സമാധി കാലത്ത് സുരക്ഷിതമായിട്ടുള്ള കവചം ഒരുക്കുകയാണ് ഈ നൂലിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പുഴു പുറപ്പെടുവിക്കുന്ന പ്രത്യേക ദ്രാവകം വായുവുമായുള്ള സമ്പർക്കത്തിൽ നീളമുള്ള ഉറപ്പുള്ള നൂലായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് പട്ടുനൂൽ എന്ന് പറയുന്നത്. ഫൈബ്രോയിൻ, സെറിസിൻ എന്നീ 2 പ്രോട്ടീനുകളാണ് പട്ടുനൂലിലുള്ളത്. പട്ടുനൂലിന് ബലം നൽകുന്ന പ്രധാന പ്രോട്ടീനാണ് ഫൈബ്രോയിൻ. ഫൈബ്രോയിൻ ഭാഗത്തെ പശ പോലെ ആവരണം ചെയ്യുന്ന പ്രോട്ടീനാണ് സെറിസിൻ. ഒരു കൊക്കോണിൽ നിന്ന് ലഭിക്കുന്ന നൂലിന് 350 മുതൽ 1800 മീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. കൊക്കോണിൽ നിന്ന് നിവർത്തിയെടുക്കുന്ന നൂലാണ് വ്യാവസായിക പട്ടുവസ്ത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പട്ടിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. പട്ടിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയിൽ നിന്നാണ് കേട്ടോ. BC 4000 ആണ്ട് മുതൽ ചൈനയിൽ പട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിന്റെ പ്രചാരം വർദ്ധിച്ചത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. AD 3-ാം നൂറ്റാണ്ട് മുതൽ ജപ്പാൻകാർ പട്ട് ഉപയോഗിച്ചു തുടങ്ങി. ഇന്ത്യക്കാർ പട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് 4-ാം നൂറ്റാണ്ട് മുതലാണ്. അതേ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങളിലും പട്ട് നിർമ്മാണം വ്യാവസായികമായിട്ട് തുടങ്ങി. പിന്നീടുള്ള പട്ടിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അധികം വൈകാതെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിലേക്ക് തിരിഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ പട്ട് വിപണിയിൽ ഫ്രാൻസ് വ്യക്തമായിട്ടുള്ള മേൽക്കൈ നേടി. എന്നാൽ പട്ടുനൂൽ നിർമ്മാണത്തിലേക്ക് കടന്ന പല രാജ്യങ്ങൾക്കും ഈ മേഖലയിൽ ശോഭിക്കാനായില്ല. ഒരു വ്യാവസായിക മുന്നേറ്റത്തിന് കളമൊരുക്കാൻ പട്ടിന് കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ പട്ടിന് പകരം പരുത്തി വന്നതോടെ പട്ടിന്റെ പ്രചാരത്തിന് വലിയൊരു ഇടിവുണ്ടായി. പട്ട് നിർമ്മിക്കുന്നതിലും ചുരുങ്ങിയ ചെലവിലും കുറഞ്ഞ അധ്വാനത്തിലും പരുത്തി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞതാണ് പട്ടിന്റെ പ്രചാരമൊക്കെ കുറയാനായിട്ട് കാരണമായത്. കൂടാതെ ഫ്രാൻസിലെ പട്ടുനൂൽ പുഴുക്കൾ മാരക രോഗം നിമിത്തം ചത്തൊടുങ്ങിയതും അവിടുത്തെ പട്ടുൽപാദനത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്തതോടെ പിന്നീട് അങ്ങോട്ട് പഴയ ഇത് തിരിച്ചു പിടിക്കാൻ ഫ്രാൻസിനായില്ല. ഇത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടുൽപാദന രാജ്യം എന്ന് പറയുന്നതെന്ന്. അതുപോലെ ഇന്ത്യക്കും പട്ടുനൂൽ നിർമ്മാണ മേഖലയിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. പ്രകൃതിദത്ത പട്ടിന്റെ വ്യാവസായിക പ്രാധാന്യമുള്ള മൾബറി, ടെസർ, എറി, മ്യൂഗ എന്നീ 4 ഇനങ്ങളിൽ നിന്ന് പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയിൽ നിന്ന് പട്ടിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെറികൾച്ചർ. പട്ടുനൂൽ പുഴുക്കളാണ് സെറികൾച്ചറിന്റെ നെടും തൂണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പട്ടുനൂൽ പുഴുക്കൾ ഇല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള പട്ടുനൂൽ നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. 4 ഇനത്തിൽപ്പെട്ട പട്ടുനൂൽ പുഴുക്കളെയാണ് പ്രധാനമായിട്ടും സെറികൾച്ചറിനായിട്ട് ഉപയോഗിക്കുന്നത്. മൾബറി സിൽക്ക് വോം, എറി സിൽക്ക് വോം, ടെസർ സിൽക്ക് വോം, മ്യൂഗ സിൽക്ക് വോം എന്നിവയാണ് ഈ 4 പട്ടുനൂൽ പുഴു ഇനങ്ങൾ എന്ന് പറയുന്നത്. ബോബിക്സ് മോറി എന്നാണ് മൾബറി സിൽക്ക് വേമുകളുടെ ശാസ്ത്രീയ നാമം. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പട്ടുനൂലിന്റെ 95% ബോബിക്സ് മോറി ഇനത്തിൽപ്പെട്ടതാണ്. ഇവയുടെ കൊക്കൂണുകളിൽ നിന്ന് നീളമേറിയതും ബലമുള്ളതും പൊട്ടാത്തതുമായിട്ടുള്ള നൂല് ഏറ്റവും അധികം ലഭിക്കുന്നത് കേട്ടോ. യൂണിവോൾട്ടൈൻ, ബൈവോൾട്ടൈൻ, മൾട്ടിവോൾട്ടൈൻ എന്നിങ്ങനെ മൾബറി സിൽക്ക് വോമുകളെ അവയുടെ വാർഷിക പ്രത്യുൽപാദന ശേഷി അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ലോക വിപണിയിൽ ബൈവോൾട്ടൈൻ വിഭാഗത്തിൽ ലഭിക്കുന്ന പട്ടിനാണ് ഏറെ പ്രചാരമുള്ളത്. ഈ വിഭാഗം മൾബറി പട്ടുനൂൽ പുഴു ഇനങ്ങളെ വളർത്തുന്നതിൽ 2-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ആവണക്ക് ചെടിയിൽ വളർത്തിയെടുക്കുന്ന ഇനം പട്ടുനൂൽ പുഴു ഇനമാണ് എറി സിൽക്ക് വോം. കാസ്റ്റർ സിൽക്ക് വോം എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പട്ടുനൂലിന് വെള്ളയോ ഇഷ്ടിക ചുവപ്പ് നിറമോ ഒക്കെ ആയിരിക്കും. ആന്തറിയ മിലറ്റ എന്നാണ് 3-ാമത്തെ പട്ടുനൂൽ പുഴു ഇനമായിട്ടുള്ള ടസർ സിൽക്ക് വോമിന്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയിലെ ടസർ പുഴുക്കൾക്ക് ഭക്ഷണമായിട്ട് താന്നി മരത്തിന്റെ ഇലയാണ് നൽകി വരുന്നത്. ഇവയുടെ കൊക്കൂണിന് ദൃഢത കൂടുതലാണ്. 4-ാമത്തെ പട്ടുനൂൽ പുഴു ഇനമായിട്ടുള്ള മ്യൂഗ സിൽക്ക് വോമിന്റെ ശാസ്ത്രീയ നാമം ആന്തറിയ അസമെൻസിക്സ് എന്നാണ്. ഭംഗിയേറിയതും ഉറപ്പുള്ള സ്വർണ്ണ നിറത്തിനുള്ള നൂലുകളുമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുക. ഇന്ത്യയിൽ ആസാമിൽ മാത്രമാണ് ഈ പട്ടുനൂൽ പുഴുക്കൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് വ്യാവസായികമായിട്ട് പട്ടുനൂൽ നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പട്ടുനൂൽ പുഴുക്കളെ വളർത്താൻ ആവശ്യമായിട്ടുള്ള കൃഷിയിൽ നിന്നാണ് സെറികൾച്ചർ ആരംഭിക്കുന്നത്. പട്ടുനൂൽ പുഴുക്കൾ ആഹാരമാക്കുവാനുള്ള ഇലകൾ വളരുന്ന ചെടികൾ ഏക്കറുകളോളം സ്ഥലത്താണ് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത്. അതിനായിട്ട് മൾബറി ചെടികളാണ് പൊതുവെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ മൾബറി ചെടികളുടെ ഇലകളിൽ ശലഭങ്ങൾ മുട്ടയിടും.
ശലഭങ്ങളിടുന്ന മുട്ടയിൽ നിന്നാണ് പട്ടുനൂൽ പുഴുവിന്റെ ജീവിതം ആരംഭിക്കുന്നത്. ഓരോ പെൺശലഭങ്ങളും ശരാശരി 400 മുട്ടകളാണ് ഇടുന്നത്. മൽബറിയുടെ ഇലകളിൽ നിക്ഷേപിക്കുന്ന ശലഭ മുട്ടകൾക്ക് ഓവൽ ആകൃതിയാണുള്ളത്. വ്യാവസായികമായിട്ട് പട്ടുനൂൽ കൃഷിയിലെ ശലഭങ്ങൾ ഇടുന്ന മുട്ടകൾ ശേഖരിച്ച് അവ വരുന്നതിനാവശ്യമായ സാഹചര്യം ഉറപ്പാക്കുന്ന ഇൻക്യുബേറ്ററുകളിൽ എത്തിക്കുന്നു. അവിടെ വെച്ചാണ് മുട്ടകൾ വിരിയുന്നത്. മുട്ടകൾ ഒരേ സമയം വിരിയുന്നതിനും ആരോഗ്യമുള്ള പുഴുക്കൾ ഉണ്ടാവുന്നതിനും പുഴു വളർത്തുന്ന മുറിയിൽ 25 ഡിഗ്രി ചൂടും 80% അന്തരീക്ഷ ഈർപ്പവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇൻക്യുബേറ്ററുകൾ ഉപയോഗിക്കുന്നത്. 9 മുതൽ 12 ദിവസത്തിനുള്ളിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് കറുപ്പോ ഇരുണ്ട ബ്രൗൺ നിറമോ ആയിരിക്കും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞുള്ള 25 മുതൽ 30 ദിവസം വരെയുള്ള ഘട്ടം ലാർവ ഘട്ടമാണ്. വലിയ തലയും ചെറിയ ഉടലുമായിരിക്കും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് പട്ടുനൂൽ പുഴുക്കൾക്ക് ഉണ്ടാവുക. ലാർവ ഘട്ടം അവസാനിക്കുന്നത് വരെ മുട്ട വിരിഞ്ഞിറങ്ങിയ പട്ടുനൂൽ പുഴുക്കൾ ദിവസം വരെ നന്നായി ഭക്ഷണം കഴിക്കുകയും വളരെ വേഗം വളരുകയും ചെയ്യും. വിരിഞ്ഞ ഉടനെ പുഴുക്കൾക്ക് വളരെ ചെറുതായി മുറിച്ച താളിരിലകളാണ് ഭക്ഷണമായിട്ട് കൊടുക്കുക. വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് ക്രമേണ മൂപ്പറ്റിയ ഇലകൾ അവയ്ക്ക് ഭക്ഷണമായിട്ട് നൽകുന്നു. ദിവസേന 4 നേരമാണ് ഇത്തരത്തിൽ പട്ടുനൂൽ പുഴുക്കൾക്ക് ഭക്ഷണം നൽകുന്നത്. പട്ടുനൂൽ പുഴുക്കൾ അവയുടെ ജീവിത ചക്രത്തിലെ 3ാം ഘട്ടത്തിലാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്യൂപ്പ എന്നാണ് ഈ ഘട്ടത്തിന് അറിയപ്പെടുന്നത്. ഒരു പട്ടുനൂൽ പുഴുവിന്റെ ലാർവ ഘട്ടം അവസാനിച്ചു എന്നറിയുവാൻ നമ്മെ സഹായിക്കുന്നത് പട്ടുനൂൽ പുഴുക്കളുടെ മോൾഡിംഗ് അഥവാ പടം പൊഴിക്കലാണ്. പട്ടുനൂൽ പുഴുക്കൾ അവയുടെ ജീവിത ചക്രത്തിൽ 4 തവണയാണ് പടം പൊഴിക്കുന്നത്. മോൾഡിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ സമയത്ത് അവ തീറ്റ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മോൾഡിങ്ങിന്റെ ആരംഭം കണ്ടാൽ പട്ടുനൂൽ പുഴുക്കൾക്ക് കൊടുക്കുന്ന ഇലയുടെ അളവ് കുറയ്ക്കുകയും ഏകദേശം 90% പുഴുക്കൾ മോൾഡിങ്ങിലായാൽ അവയ്ക്ക് തീറ്റ കൊടുക്കുന്നത് നിർത്തുകയും വേണം. 25 ഡിഗ്രി ഊഷ്മാവും 70% അന്തരീക്ഷ ഈർപ്പവുമാണ് ഈ സമയത്ത് ആവശ്യം. അതുപോലെ തന്നെ 90% പുഴുക്കൾ പടം പൊഴിച്ചിറങ്ങിയ ശേഷം മാത്രമേ വീണ്ടും അവയ്ക്ക് തീറ്റ കൊടുക്കാനും പാടുള്ളൂ. 4 തവണ പടം പൊഴിച്ചു കഴിയുന്നതോടെ പുഴുക്കൾ സുതാര്യമാവുകയും തീറ്റ എടുക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അതോടെ അവ കൊക്കൂൺ നിർമ്മിക്കുവാൻ പാകമാവുകയും ചെയ്യുന്നു. കൊക്കൂൺ നിർമ്മിക്കുവാൻ പാകമായ പട്ടുനൂൽ പുഴുക്കളെ ശേഖരിച്ച ശേഷം അവയെ നെട്രിക്കയിലോ റോട്ടറിയിലോ നിക്ഷേപിക്കുന്നു. അവയിലാണ് പട്ടുനൂൽ പുഴുക്കൾ കൊക്കൂണുകൾ നിർമ്മിക്കുന്നത്. സാധാരണ രീതിയിൽ 8 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷമാണ് കൊക്കൂണുകൾ പിളർന്ന് ശലഭം പുറത്തേക്ക് വരുന്നത്. എന്നാൽ പട്ടുനൂൽ നിർമ്മിക്കുവാൻ കൊക്കൂൺ ശേഖരിക്കുന്നത് പട്ടുനൂൽ പുഴു കൊക്കൂൺ നിർമ്മിക്കാൻ തുടങ്ങിയ 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന കൊക്കൂണുകൾ അടുത്തായിട്ട് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് കേട്ടത് ശരി തന്നെയാണ്. പുഴുക്കൾ പ്യൂപ്പൽ ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങിയതിന് 5 ദിവസങ്ങൾക്ക് ശേഷം ശേഖരിക്കുന്ന കൊക്കൂണുകൾ ചൂടുവെള്ളത്തിലിട്ടാണ് സംസ്കരിക്കുന്നത്. 95 മുതൽ 97 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ 10-15 മിനിറ്റ് മുക്കി പ്യൂപ്പയെ കൊല്ലുന്ന പ്രക്രിയ കുക്കിംഗ് എന്നാണ് അറിയപ്പെടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി കൊക്കൂൺ ഫിലമെന്റിലെ സെറിസിൻ പ്രോട്ടീൻ കൂടുതൽ മൃദുവാകുകയും അതുവഴി അനായാസ കൊക്കൂണിൽ നിന്നും ഫിലമെന്റ് അഴിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. കൊക്കൂണിൽ നിന്ന് സിൽക്ക് ഫിലമെന്റ് അഴിച്ചെടുക്കുന്ന പ്രക്രിയയാണ് റീലിംഗ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. റീലിംഗ് പ്രക്രിയയിലൂടെ 8ലധികം കൊക്കൂണുകളിൽ നിന്നും അഴിച്ചെടുക്കുന്ന സിൽക്ക് ഫിലമെന്റുകൾ ഉപയോഗിച്ചാണ് ഒരു പട്ടുനൂല് നിർമ്മിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയേറെ മനുഷ്യാധ്വാനം വേണ്ടി വന്നിരുന്ന ഒരു പ്രക്രിയയായിരുന്നു റീലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് യന്ത്രത്തിന്റെ സഹായത്തോടെ റീലിംഗ് പൂർത്തിയാക്കി പട്ടുനൂലൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന പട്ടുനൂലിന് ആവശ്യമുള്ള കൃത്രിമ നിറങ്ങൾ മുക്കി ഡൈ ചെയ്തെടുക്കുന്നതോടെ അവ പട്ടുവസ്ത്രങ്ങൾ നെയ്യുവാനുള്ള പട്ടുനൂലായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പട്ടുനൂലിന്റെ വ്യാവസായിക നിർമ്മാണം ഇപ്രകാരമാണ് പൂർത്തിയാകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.